നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പന്തല്ലൂരിൽ സഹോദരങ്ങളായ പെൺകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് വെള്ളിത്തിരുത്തി മടപ്പാട്ട് പറമ്പിൽ അഷ്കറിന്റെ മക്കളായ 13 വയസ്സുള്ള ഹസ്നത്ത്, 9 വയസ്സുള്ള മഷിദ എന്നിവർ. നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത് പന്തല്ലൂർ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പാടത്തെ പാറക്കുളത്തിൽ വൈകിട്ട് 4 മണിയോടെ. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരന്നു. വാദ്യവിസ്മയം തീർത്ത് വെള്ളിത്തിരുത്തി ഉണ്ണിനാർന്നകത്തുള്ള പാണ്ടിമേളം. മരത്തങ്കോട് സ്വദേശിയായ സജീറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രധാന പ്രതിയെയും ഇയാളുടെ സഹായിയെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ രമേഷ് കുമാർ, ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മണിമല കൊഴുക്കപ്പുഴ വീട്ടിൽ ജൂജിൻ എന്നിവർ. കുഞ്ഞർക്കുളം മാൽത്തറയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബുള്ളറ്റ് തീവെച്ച് നശിപ്പിച്ചു. പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കിസാൻ റോഡിലാണ് സംഭവം. സംഭവത്തിന് പിന്നിൽ ബിസിനസ് പങ്കാളികൾ തമ്മിലുള്ള വൈരാഗ്യമെന്ന് സൂചന. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരന്നു. രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് പൂരമഹോത്സവം ആരംഭിച്ചത്. തന്ത്രി പന്തലങ്കോട് സജി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി തോട്ടപ്പായ മന ശങ്കരൻ നമ്പൂതിരി, സജീഷ് തോട്ടപ്പായ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് നടക്കൽപ്പറ, പൊങ്കാല എന്നിവ നടന്നു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വെള്ളിത്തിരുത്തി ഉണ്ണിനാരുടെ പ്രമാണത്തിൽ നടത്തുന്ന മേളത്തോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ പിതൃക്കോവിൽ പാർത്ഥസാരഥി ദേവിയുടെ തിടമ്പേറ്റി. 5:45 വിവിധ ദേശങ്ങളായ കമ്പനിപ്പടി, അഞ്ഞൂർ, ചിറ്റഞ്ഞൂർ, ചെറുവത്താനി, തൊഴിയൂർ, നമ്പീശൻപടി, തെക്കേപുരം, ആലത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ പാർക്കാടി പാടത്ത് സംഗമിച്ചു. തുടർന്ന് 100-ൽ പരം മേള കലാകാരന്മാർ പങ്കെടുത്ത പാണ്ടിമേളത്തോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ഉത്സവപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. കേരളത്തിലെ തലയെടുപ്പുള്ള 40ഓളം ഗജവീരന്മാർ പൂരത്തിന്റെ അഴകായി മാറി. വൈകിട്ട് 6 മുതൽ നാടൻ കലാരൂപങ്ങളായ തിറ, തെയ്യം, കരിങ്കാളി എന്നിവ വടക്കൻ വാതിൽക്കൽ ആടിത്തിമിർത്തതോടൊപ്പം നാദസ്വര മേളാകമ്പടിയോടെ വർണ്ണക്കാവടികളും പാടത്ത് നിറഞ്ഞാടി. തുടർന്ന് നടക്കൽപ്പറ, കേളി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടന്നു. ആഘോഷങ്ങൾക്ക് ഭാരവാഹികളായ TD ലാൽ, വിജയൻ അഞ്ഞൂർ, MA അദിൻ, ധനീഷ് ചേമ്പിൽ, ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച പുലർച്ചെ 3:45 പുലർച്ചെ പൂരം കൂട്ടിയെഴുന്നള്ളിപ്പ്. തുടർന്ന് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ പൊങ്ങിലടി, കാരാളകർമ്മം, മണ്ണാൻ കർമ്മം എന്നിവയോടെ പൂരം സമാപിക്കും. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്തു. YouTube ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. CCTV ന്യൂസ്, പുന്നേറക്കുളം. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ ആന തിരിഞ്ഞതിനെ തുടർന്നുണ്ടായ തിരക്കിൽപ്പെട്ട് 2 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി പടിഞ്ഞാറ്റുകര സ്വദേശിയും വാദ്യകലാകാരനുമായ കരുമത്തിൽ വീട്ടിൽ ബാലകൃഷ്ണൻ നായരുടെ മകൻ 46 വയസ്സുള്ള വേണുഗോപാൽ, ചാട്ടുകുളം സ്വദേശിനി 13 വയസ്സുള്ള ആസ്നിയ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റ വേണുഗോപാലിന് മുഖത്ത് 4 തുന്നലുണ്ട്. ആസ്നിയെ തിരക്കിൽപ്പെട്ട് തലകറങ്ങി വീഴുകയായിരുന്നു. വൈകിട്ട് 5:30 സംഭവം. പാർക്കാടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഉപചാരം ചൊല്ലാൻ വരുന്നതിനിടെ നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ എന്ന കൊമ്പനാണ് അനുസരണക്കേട് കാട്ടി തിരിഞ്ഞത്. ആന തിരിഞ്ഞതോടെ പൂരം കാണാൻ എത്തിയവർ ചിതറിയോടി. നിമിഷങ്ങൾക്കകം ആന ശാന്തനാവുകയും ചെയ്തു. തിക്കിൽ തിരക്കിൽപ്പെട്ടാണ് 2 പേർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ്, കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് രക്ഷാപത്രം നടത്തി കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു.
പന്തല്ലൂർ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്ഷേത്രക്കുളത്തിൽ സഹോദരിമാർ മുങ്ങി മരിച്ചു. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. വെള്ളിത്തിരുത്തി മടപ്പാട്ട് പറമ്പിൽ അഷ്കറിന്റെ മക്കളായ ഹസ്നത്ത് 13 വയസ്സ്, മഷീദ 9 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടുകൂടിയാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. കുളത്തിന് സമീപത്തുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി പിതാവിനൊപ്പം എത്തിയ കുട്ടികൾ കാലിൽ പറ്റിയ അഴുക്ക് കഴുകിക്കളയാനാണ് പാറക്കുളത്തിൽ ഇറങ്ങിയത് എന്നാണ് സൂചന. കുട്ടികൾ വെള്ളത്തിൽ വീണതിനെ തുടർന്നുള്ള പിതാവിന്റെ നിലവിളി കേട്ട് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ഓഫീസർ വൈശാഖിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ രഞ്ജിത്ത്, ലൈജു എന്നിവരാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. മഷീദിന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലും ഹസ്നത്തിന്റെ മൃതദേഹം കുന്നംകുളം മലങ്കര ആശുപത്രി മോർച്ചറിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കുന്നംകുളത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അഷ്കറിൻ്റെയും വീട്ടമ്മയായ സുബൈദയുടെയും മക്കളാണ് ഹസ്നത്തും മഷീദയും. കുന്നംകുളം ഫയർ സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കൃഷ്ണദാസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റഫീഖ്, ലിജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർമാരായ വിഷ്ണുദാസ്, അശ്വിൻ എന്നിവരും രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ തിങ്കളാഴ്ച രാവിലെ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലുള്ള ഹസ്നത്ത് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മഷീദ പാർണൂർ സെന്റ് തോമസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. CCTV ന്യൂസ് കുന്നംകുളം. പുന്നൂർ അകലാട് ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് ജുമാത്ത് പള്ളിക്ക് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് കോട്ടയം കുമരകം സ്വദേശി കിഴിച്ചിറ വീട്ടിൽ സഞ്ജുവിനാണ് പരിക്കേറ്റത്. ഇയാളെ അകലാട് നബവി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലാഭേച്ഛ കൂടാതെ സാധാരണ ജനങ്ങളെ കൂടെ നിർത്തി അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിന്റെ ഉദാത്ത മാതൃകയാണ് പുന്നൂർക്കുളം പഞ്ചായത്തിന്റേതെന്ന് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയാക്കിയ ആർട്ട് ഗാലറിയോട് കൂടിയ സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ട ആളുകൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരും നിലവാരത്തോടും സമൂഹത്തോടും കൂടി ഇവിടെ പടുത്തുയർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ കോംപ്ലക്സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ എല്ലാ നിലവാരത്തോടുകൂടി നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് അതിനെ റർബൻ മിഷന്റെ 1,43 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് പുന്നൂർകുളത്തുകാരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമം കുറിച്ചാണ് സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചത്. അണ്ടത്തോട് 18ാം വാർഡിൽ 2 നില കെട്ടിടത്തിലാണ് സാംസ്കാരിക നിലയം ഒരുക്കിയിരിക്കുന്നത്. ഒരു ദേശത്തിന്റെ അമരക്കാരനും പുന്നൂർകുളം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന VP മാമുവിന്റെ നാമകരണത്തിലാണ് പണി പൂർത്തിയാക്കിയത്. വർഷങ്ങൾക്ക് മുൻപാണ് പ്രവർത്തികൾ ആരംഭിച്ചത്. പല സാങ്കേതിക കാരണങ്ങളാലും ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടും പണി മന്ദഗതിയിലായി. പ്രളയവും കോവിഡും നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. തുടർന്ന് പുതിയ ഭരണസമിതി നേതൃത്വത്തിൽ സാംസ്കാരിക നിലയം എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 3 പദ്ധതികളിലായി 45 ലക്ഷം രൂപ ഇന്റീരിയർ വർക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് തുക അനുവദിച്ചു. 400ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന വിവാഹ മണ്ഡപവും 400ഓളം പേർക്ക് തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും സാംസ്കാരിക നിലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ആർട്ട് ഗാലറി, ചിത്രപ്രദർശനത്തോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കായി കേരളീയ കലാരൂപങ്ങൾ അരങ്ങേറുവാൻ ഉപയോഗപ്രദമായ സൗകര്യങ്ങളും ഒരുക്കി. പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ VP മാമുക്കയുടെ ഫോട്ടോ അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നൂർകുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആലത്തിൽ മൂസ, പ്രേമ സിദ്ധാർത്ഥൻ, ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ PS അലി തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. 25,000 രൂപ നിരക്കിലാണ് ഒരു ദിവസത്തേക്ക് പൊതുജനങ്ങൾക്ക് സാംസ്കാരിക നിലയം നൽകുക. CCTV ന്യൂസ് പുന്നൂർകുളം.
പുന്നൂർക്കുളം പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF അംഗങ്ങൾ വിട്ടുനിന്നു. TN പ്രതാപൻ MP ഒഴിവാക്കിയതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബഹിഷ്കരണമെന്ന് കോൺഗ്രസ് പുന്നൂർക്കുളം വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മൂസ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. റബ്ബർ മിഷൻ പദ്ധതിയുടെ ജില്ലാ ചെയർമാൻ MP-യാണ്. പ്രോട്ടോകോൾ പ്രകാരം MP-യെ ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായി MP-യെ CPM നേതൃത്വമുള്ള ഭരണസമിതി അവഗണിക്കുകയാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ കോൺഗ്രസ് മുൻ പഞ്ചായത്ത് അംഗം TK സക്കറിയയുടെ നിർദ്ദേശപ്രകാരം APJ അബ്ദുൽ കലാമിന്റെ പേര് കമ്മ്യൂണിറ്റി ഹാളിലിടാൻ ഭരണസമിതി തീരുമാനിച്ചിരുന്നതാണെന്നും ഈ തീരുമാനത്തെ അട്ടിമറിച്ചാണ് പുതിയ പേര് കമ്മ്യൂണിറ്റി ഹാളിലിട്ടതെന്നും UDF നേതൃത്വം കുറ്റപ്പെടുത്തി. സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കമ്മ്യൂണിറ്റി ഹാൾ തുറന്ന് പ്രവർത്തിക്കാൻ വൈകിയത് CPM ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും മൂസ പറഞ്ഞു. മരത്തങ്കോട് സ്വദേശിയായ സജീറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രധാന പ്രതിയെയും ഇയാളുടെ സഹായിയെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ രമേഷ് കുമാർ, ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മണിമല കൊക്കപ്പുഴ വീട്ടിൽ ജൂജിൻ എന്നിവരെയാണ് SI K അനുദാസും സംഘവും അറസ്റ്റ് ചെയ്തത്. കേസിലെ 4ാം പ്രതിയായ രമേഷ് കുമാറാണ് വാളുപയോഗിച്ച് സജീറിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. 14 കൊലപാതക ശ്രമവും തട്ടിക്കൊണ്ടുപോകൽ, ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ 40-ൽ കൂടുതൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രമേഷ് കുമാർ. ഇയാളെ പിടികൂടുമ്പോൾ കത്തിയും നെഞ്ചക്കും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ 15-ാം തീയതി രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ ആക്രമണമുണ്ടായത്. പന്നിത്തടത്ത് ചിക്കൻ സെന്റർ നടത്തുന്ന സജീർ കടയ്ക്കു മുന്നിൽ സുഹൃത്തിനോടും കുടുംബത്തോടും സംസാരിച്ചു നിൽക്കുമ്പോൾ കാറിലെത്തിയ 4-അംഗ സംഘം വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. 1ഉം 2ഉം 3ഉം പ്രതികളായ എയ്യാൽ സ്വദേശി രാഹുൽ, കൈപ്പറമ്പ് സ്വദേശി സയ്യിദ് റഹ്മാൻ, വരന്തരപ്പള്ളി സ്വദേശി പൂപ്പാറ സനോജ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. രാഹുലും സയ്യിദ് റഹ്മാനും സുഹൃത്തിന്റെ ഭാര്യയെ ശല്യം ചെയ്യുന്നത് സജീർ ചോദ്യം ചെയ്യുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. സജീറിനെ കൊലപ്പെടുത്താൻ കൊടും ക്രിമിനലായ രമേഷ് കുമാറിന് മറ്റു പ്രതികൾ കൊട്ടേഷൻ നൽകിയതാണ്. കൃത്യത്തിനു ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതി പിന്നീട് കോട്ടയം മണിമലയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. മണിമല പോലീസിന്റെ സഹായത്തോടെ പുലർച്ചെ 2 മണിയോടെയാണ് എരുമപ്പെട്ടി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SI C ശ്രീകുമാർ, ASI AV സജീവ്, പോലീസ് ഓഫീസർമാരായ KT അനിൽ, വിനോദ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗുരുവായൂർ ചൂൽപ്പുറത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. മറ്റം പട്ടയത്ത് മുരളീധരനാണ് പരിക്ക്. രാവിലെ 11:30-ക്കായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നൂർക്കുളം ആൽത്തറയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബുള്ളറ്റ് തീവെച്ച് നശിപ്പിച്ചു. പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കിസാൻ റോഡിലാണ് സംഭവം. പുത്തൻപള്ളി സ്വദേശി കപ്ലേങ്ങാട്ട് സുബീഷ് താമസിക്കുന്ന വാടക വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കൂട്ടുകാരൻ സുനിലിന്റെ ബുള്ളറ്റാണ് തീവെച്ച് നശിപ്പിച്ചത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. ഈ സമയം സുബീഷിന്റെ ഭാര്യയും കുട്ടികളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത വീട്ടുകാരാണ് തീ കത്തുന്നത് വിളിച്ചു പറഞ്ഞത്. ഓടിയെത്തിയ അയൽവാസികൾ തീ അണയ്ക്കുകയായിരുന്നു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് കാർപോർച്ചിൽ കിടന്നിരുന്ന കാറിനടുത്തേക്ക് നീക്കി നിർത്തിയാണ് തീ വെച്ചിട്ടുള്ളത്. തീ പെട്ടെന്ന് അണച്ചതുമൂലം കാറിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാനായി. ബുള്ളറ്റ് ഏറെക്കുറെ കത്തി നശിച്ചിട്ടുണ്ട്. പുക ശ്വസിച്ചതുമൂലം കുട്ടികൾക്ക് ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ടോറസ് ലോറി ഉടമയായ സുബീഷും ബിസിനസ് പങ്കാളിയും തമ്മിലുള്ള തർക്കമാണ് അക്രമത്തിന് കാരണമെന്ന് പറയുന്നു. ഇങ്ങോട്ടുള്ള ഒരു ഉണ്ണി എന്ന് പറഞ്ഞാലും പിന്നെ ഇവിടെയുള്ള ബിനീഷ് ജവാദ് കൂടി വണ്ടി തടഞ്ഞു അത് എന്തുണ്ടൊക്കെ ആയിട്ട് അത് ഞങ്ങൾ കുന്നോളം സ്റ്റേഷനിൽ പരാതി കൊടുത്ത്. എന്ത് വണ്ടിയായിരുന്നു? ടോറസ്. വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ വരുന്ന ടൈമിൽ എനിക്ക് കോള് വന്നു ആ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ടാണ്. ഞാനത് കാര്യമാക്കില്ല. വീട്ടിലേക്ക് വൈഫിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആരും വന്നില്ലാണ്. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എരുമാലത്തുള്ള, അവനെ കൊണ്ടുവിടാൻ വേണ്ടി പോയപ്പോഴാണ് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി. ഇവർ തമ്മിൽ വെള്ളിയാഴ്ച രാത്രി പാറയമ്പാടത്ത് വെച്ചും പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കുകയും ചെയ്തതായി സുബീഷ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. CCTV ന്യൂസ് പുന്നൂർക്കുളം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ചിറനല്ലൂരിൽ സാമൂഹ്യ വിരുദ്ധർ അറവ് മാലിന്യം തള്ളി. ചിറനല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപത്തായാണ് അറവ് മാലിന്യം തള്ളിയിരിക്കുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന ബൈപ്പാസ് റോഡിൽ കലുങ്ക് പണിയുന്നിടത്താണ് ചാക്കിലാക്കിയ നിലയിൽ
മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അറവ് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യവും തുടർക്കഥയായി മാറിയ സ്ഥിതിയാണ്. കേച്ചേരി പുഴയിൽ 2 ആഴ്ച മുൻപ് 15ഓളം ചാക്കുകളിലാക്കി മാലിന്യം തള്ളിയിരുന്നു. തൃശൂർ കുന്നംകുളം പാതയിൽ ചൂണ്ടൽ പാടശേഖരത്തിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതും പതിവായിരിക്കുകയാണ്. മാലിന്യം തള്ളൽ നിർബാധം തുടരുമ്പോഴും പഞ്ചായത്ത് ഭരണാധികാരികളുടെയോ ആരോഗ്യ വിഭാഗത്തിന്റെയോ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിൽ പ്രദേശവാസികൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. സംസ്ഥാനത്ത് ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ 6.5 വർഷത്തിനിടെ 528 കോടി രൂപ സർക്കാർ ചെലവിട്ടതായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ഇതര ക്ഷേത്രങ്ങൾക്ക് നൽകുന്ന ധനസഹായം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിനെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 5 കോടി രൂപയാണ്. ഇവിടെ സുരേന്ദ്രൻ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ ഇഷ്ടംപോലെ പൈസ ഇടുന്നതാണ്. അതിന് ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഈ 5 കോടി അടുത്ത വർഷമാകുമ്പോഴേക്കും 10 കോടിയായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സഹായം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നൽകാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കണം. ബോർഡ് പരിശോധിച്ചാണ്. ഗുരുവായൂർ ദേവസ്വം ഒഴിച്ചുള്ള 4 ബോർഡുകൾക്കാണ് ഈ സഹായം നൽകിയത്. ദേവസ്വങ്ങളുടെ ഫണ്ട് സർക്കാർ എടുക്കുന്നതായുള്ള പ്രചാരണം ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി മന്ത്രി ആവർത്തിച്ചു. മറിച്ച് ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ സഹായം നൽകുന്നു എന്നതാണ് സത്യം. പ്രളയകാലത്തും കോവിഡ് പ്രതിസന്ധികളിലും ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനത്തിന് സർക്കാരാണ് സഹായം നൽകിയത്. ഇതര ക്ഷേത്രങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. സർക്കാർ സഹായം നൽകാത്ത ഏക ബോർഡാണ് ഗുരുവായൂർ ദേവസ്വം. ഗുരുവായൂർ ദേവസ്വം വർഷം തോറും നൽകി വരുന്ന 5 കോടി രൂപയുടെ ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ദേവസ്വം ഭരണസമിതി ആലോചിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളായി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചെങ്ങറ സുരേന്ദ്രൻ, മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, KR ഗോപിനാഥ്, മനോജ് B നായർ, VG രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുത്ത 541 ക്ഷേത്രങ്ങൾക്ക് 3,44,49,000 രൂപയുടെ ധനസഹായമാണ് നൽകിയത്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹ തിരക്ക്. വിദഗ്ധമായി തിരക്ക് നിയന്ത്രിച്ച ദേവസ്വം. 191 വിവാഹങ്ങളാണ് ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. പുലർച്ചെ 4 മുതൽ 5 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. രാവിലെ 8-നും 11 മണിക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കൂടുതൽ വിവാഹങ്ങൾ ഉണ്ടായത്. ഈ സമയത്ത് മാത്രം 100 വിവാഹങ്ങൾ നടന്നു. കൃത്യമായ സമയക്രമം പാലിച്ചാണ് വിവാഹ പാർട്ടിക്കാരെ മണ്ഡപത്തിന് അടുത്തേക്ക് കടത്തിവിട്ടത്. വധൂവരന്മാർക്ക് വിശ്രമിക്കാൻ ആയി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം ദേവസ്വം 4 കാൽപന്തലൊരുക്കി. നഗരത്തിൽ ഉച്ചവരെ ഗതാഗത കുരുക്ക് ദൃശ്യമായിരുന്നു. വിവാഹ സംഘങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതിനെ തുടർന്ന് റോഡരികിൽ പാർക്ക് ചെയ്താണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമായത്. ദർശനത്തിനും വലിയ തിരക്ക് ഇന്നുണ്ടായി. തിരക്ക് കണക്കിലെടുത്തും തെക്കേനടയിൽ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നാലും ദർശനത്തിനുള്ള വരി വടക്കേ നടയിലേക്ക് മാറ്റി. 579 കുട്ടികൾക്ക് ക്ഷേത്രത്തിൽ ചോറൂണ് നൽകി. ചോറൂണിന് എത്തിയവർക്ക് വരി നിൽക്കാനും ദേവസ്വം പ്രത്യേക പന്തലൊരുക്കി. ഞായറാഴ്ച മാത്രം 64,19,800 രൂപയാണ് വഴിപാടിനത്തിൽ മാത്രമായി ദേവസ്വത്തിന് ലഭിച്ചത്. CCTV ന്യൂസ്, ഗുരുവായൂർ. കടവല്ലൂർ ക്ഷേത്രത്തിൽ ഭീമ ഏകാദശി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ പുലർച്ചെ പ്രത്യേക പൂജകളും കടവല്ലൂർ പാരായണ സമിതിയുടെ നാരായണീയ പാരായണവും ഉണ്ടായി. രാവിലെ ശിവേലിക്ക് ശേഷം നടക്കൽ പറയും പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. ഉച്ചയ്ക്ക് നടത്തിയ കാഴ്ച ശിവേലിക്ക് ചെറുപ്പളശ്ശേരി ശിവൻ, ചോറ്റാനിക്കര സുഭാഷ് മാരാർ എന്നിവർ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. കൊളക്കാടൻ കുട്ടികൃഷ്ണൻ, കൊളക്കാടൻ ശിവപ്രസാദ്, കൊച്ചിൻ ദേവസ്വം അച്യുതൻകുട്ടി എന്നീ ആനകൾ അണിനിരന്നു. കടവല്ലൂർ ദേശക്കാരുടെ ഉത്സവമായ ദ്വാദശി വേല തിങ്കളാഴ്ച ആഘോഷിക്കും. 3 പൂർവിക സ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന വേലവരവ് ക്ഷേത്ര സന്നിധിയിലെത്തി വണങ്ങിയ ശേഷം തൊട്ടടുത്ത പാടശേഖരത്തിലെ വേലക്കണ്ടത്തിലെത്തും. പ്രാദേശിക കമ്മിറ്റികളുടെ ചിങ്കാരിമേളം, നാഗസ്വരം, കാവടി, പ്രാചീന കലാരൂപങ്ങളുടെ വരവ്, തെയ്യം തുടങ്ങിയവയും ഉണ്ടാകും. പെരുമ്പടപ്പ് പുത്തൻപള്ളി പരിസരത്ത് യുവ എഴുത്തുകാരൻ റംഷാദ് സൈബർ മീഡിയയുടെ അൽഫിയ എന്ന പുസ്തകത്തിന്റെ ചർച്ച സംഘടിപ്പിച്ചു. ഗായകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ സലീം കോടത്തൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിഗ്ലേഷ് ശോഭ ചർച്ചയിൽ മോഡറേറ്ററായി. മോട്ടിവേഷൻ ട്രെയിനർ റസാൻ നിസാമി, എഴുത്തുകാരൻ റഫീസ് മാറഞ്ചേരി, അധ്യാപകരായ ഷൈനി, ബൽക്കീസ്, മാധ്യമപ്രവർത്തകൻ രമേശ് അമ്പാരത്ത്, കവി ഹക്കീം വെളിയത്ത് എന്നിവർ സംസാരിച്ചു. പുസ്തകത്തിന്റെ 3ാമത്തെ പതിപ്പിന്റെ ഉദ്ദേശലക്ഷ്യം മനസ്സിലാക്കി സോനാരി വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച തുക കൂട്ടായ്മ പ്രതിനിധി അറമുഖൻ സോനാരി റംഷാദ് സൈബർ മീഡിയയ്ക്ക് കൈമാറി. സൈബർ മീഡിയ പ്രതിനിധികളായ സുനിത ജയരാജ് സ്വാഗതവും അർഷിത നന്ദിയും പറഞ്ഞു.
വാഗ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ടാണ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായുള്ള ദിവ്യബലിക്കും ലതീഞ്ഞിനും നൊവേനയ്ക്കും ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 ചാഴൂർ ഇടവക വികാരി ഫാദർ സാജൻ വടക്കൻ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. തുടർന്ന് പ്രസുതേന്തി വാഴ്ചയും വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും നടന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15 വികാരി ഫാദർ നിബിൻ തളിയത്ത് കാർമ്മികനായി ദിവ്യബലിയും 9:30 ആഘോഷമായ പാട്ടുകുർബാനയും നടന്നു. പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോമോൻ ഇമ്മട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ നിബിൻ തളിയത്ത് സഹകാർമ്മികനായി. ഫാദർ വിൽജോ നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. രാത്രി 9:20 മുതൽ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തുടർന്ന് മെഗാ ബാൻഡുമേളം അരങ്ങേറും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ നിബിൻ തളിയത്ത്, കൈക്കാരന്മാരായ KP വിൻസെന്റ്, KP ലാസർ, TV ജോഷി, ജനറൽ കൺവീനർ KT ജോബ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ നടതുറപ്പ്, അഭിഷേകങ്ങൾ, മലർനിവേദ്യം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, രക്ഷസിനെ പൂജ, ഉപദേവതകൾക്കും നാഗങ്ങൾക്കും വിശേഷാൽ പൂജ, നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. തന്ത്രി താമറ്റൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കൈതക്കോട്ട് മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് KG സുധാകരൻ, സെക്രട്ടറി ശശി പ്ലാച്ചേരി, ട്രഷറർ സുബ്രഹ്മണ്യൻ ഒഴിച്ചിലായിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്ത് സമേതം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ ഗ്രാമസഭാ യോഗം സംഘടിപ്പിച്ചു. സമേതം പദ്ധതിയുടെ ഭാഗമായി കടപ്പുറം ബ്ലാങ്ങാട് PVMA LP സ്കൂളിൽ സംഘടിപ്പിച്ച ഗ്രാമസഭയിൽ പഞ്ചായത്തിലെ വ്യത്യസ്ത വാർഡുകളിൽ നിന്നായി 110 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കടപ്പുറം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശുഭ ജയൻ അധ്യക്ഷത വഹിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മുക്കൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ ഭരണഘടനാ മൂല്യങ്ങളും രാഷ്ട്രീയ സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുക എന്നതാണ് ഗ്രാമസഭ ലക്ഷ്യമാക്കിയത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിഹ് ഷൌക്കത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, മെമ്പർമാരായ ശ്രീജ രാധാകൃഷ്ണൻ, അബ്ദുൽ ഗഫൂർ, സുനിത പ്രസാദ്, ബ്ലാങ്ങാട് PVMA LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീബ ടീച്ചർ, മാനേജർ രവീന്ദ്രൻ, PTA പ്രസിഡന്റ് രാജി രതീഷ്, മദർ PTA പ്രസിഡന്റ് തമന്ന, PTA വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സിബി വർഗീസ്, കൃഷി അസിസ്റ്റന്റ് അരുണ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം നടന്ന കുട്ടികളുടെ ചർച്ചയും അതിനുശേഷമുള്ള ചോദ്യോത്തരവേളയും അവതരണവും നടന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി കുട്ടികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകി. വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് സ്വാഗതവും സ്കൂൾ അധ്യാപകൻ ജോമോൻ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. ഇരുവപ്പട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്തിലെ കുട്ടികളുടെ പാർലമെന്റ് സംഘടിപ്പിച്ചു. തദ്ദേശ സമേതം എന്ന പേരിൽ സംഘടിപ്പിച്ച പാർലമെന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. അണ്ടർ-19 ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് KK ഹമീദ് മുഖ്യാതിഥിയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ സമ്മാന വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, റീന വർഗീസ്, സുധീഷ് പറമ്പിൽ, MC ഐജു, KB ബബിത, സ്വപ്ന പ്രദീപ്, സ്കൂൾ പ്രധാനാധ്യാപിക KA സുജിനി, MPTA പ്രസിഡന്റ് സോണിയ ജിനേഷ്, RP മാരായ PT സജിത്ര, KR സ്വാതി എന്നിവർ സംസാരിച്ചു. ഗ്രൂപ്പ് ചർച്ചയിലൂടെ കുട്ടികളുടെ സംരക്ഷണത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. ചിറ്റഞ്ഞൂർ കാവലക്കാട് പൂരം ജനുവരി 26 വെള്ളിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ദേവിയുടെ തിടമ്പേറ്റും. പൂരാഘോഷങ്ങളുടെ ഭാഗമായി ഉത്സവ ദിവസം വരെ ചുറ്റുവിളക്ക്, നവകം, പഞ്ചഗവ്യം, മഹാഗണപതി ഹോമം, ഭഗവത് സേവ, പഞ്ചമദ്ദളകേളി, കലംകരിക്കൽ എന്നീ വിശേഷാൽ പൂജകൾ നടക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ, പുതുപ്പള്ളി കേശവൻ, വലിയപുരക്കൽ ആര്യനന്ദൻ തുടങ്ങി ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 24-ാം തീയതി രാത്രി 7 മണിക്ക് കാർത്തിക കരിമരുന്ന് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി നയിക്കുന്ന ഫോക്ക് മെഗാ ഷോ നടക്കും. 25-ന് സംഘധ്വനി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ മെഗാ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും 26-ന് രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, നടക്കൽപ്പറ, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്, 5:30 മുതൽ ദേശപൂരങ്ങളുടെ ക്ഷേത്രപ്രദക്ഷിണം, 6 മണി മുതൽ പരമ്പരാഗത വേലവരവ്, 6:30-ന് ദീപാരാധന, 7:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, തുടർന്ന് 70-ൽ പരം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം, 8:30-ന് തെയ്യക്കാഴ്ച, രാത്രി 10 മണിക്ക് സമന്വയ പൂരാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പുരമേളം, പുലർച്ചെ 4 മണി മുതൽ പൂരാവർത്തനം, പഞ്ചാരിമേളം, 27-ാം തീയതി ശനിയാഴ്ച കൊടിയിറക്കം എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KR അനൂപ്, സെക്രട്ടറി CM അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് CV ഷനിൽ, ജോയിന്റ് സെക്രട്ടറി TC സജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CK ഷാജി എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. വേലൂരിൽ ക്യാൻ തൃശൂർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കായി നടത്തിയ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ നടന്ന ക്യാമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി. ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ PK രാജു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് CF, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, പഞ്ചായത്ത് മെമ്പർമാർ, ആശാ വർക്കർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ B ദീപ സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ PM ഫാറൂഖ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തോളമായി അടച്ചിട്ടിരുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് നവീകരണം പൂർത്തീകരിച്ച് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ ഭക്തർക്കായി തുറന്നു നൽകി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, KR ഗോപിനാഥ്, മനോജ് B നായർ, VG രവീന്ദ്രൻ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ P മനോജ് കുമാർ, KS മായാദേവി, T രാധിക, മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർ MV രാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ, ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 10.5 കോടി രൂപ എസ്റ്റിമേറ്റിൽ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് നവീകരണം പൂർത്തീകരിച്ചത്. 5 നിലകളിലെ 105 മുറികളിലെയും തറയോടുകൾ പൂർണ്ണമായി മാറ്റി ചുവരുകൾ ഭംഗിയാക്കിയിട്ടുണ്ട്. മുറികൾ മോടി പിടിപ്പിക്കുകയും റിസപ്ഷൻ കൗണ്ടർ ആകർഷകമാക്കുകയും ചെയ്തു. റെസ്റ്റോറന്റ് കൂടുതൽ വിശാലമാക്കി. ശൗചാലയം മാറ്റിപ്പണിതു. പാർക്കിംഗ് സ്ഥലവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ പപ്പനെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സഹപ്രവർത്തകരെയും സമർപ്പണ ചടങ്ങിൽ ആദരിച്ചു. ദേവസ്വത്തിന്റെ ഉപഹാരം മന്ത്രി സമ്മാനിച്ചു. CCTV ന്യൂസ് ഗുരുവായൂർ. RSS പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയ CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗം മുജീബ് റഹ്മാന്റെ 18ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. രാവിലെ എലവത്തൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അന്നകരയിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ AK ഹുസൈൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ CK വിജയൻ, TV ഹരിദാസൻ, സംഘാടക സമിതി സെക്രട്ടറി AR സുഗുണൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, PA രമേശൻ, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, ഗീത ഭരതൻ, PK പ്രസാദ്, ലതി വേണുഗോപാൽ, ശ്രീദേവി ജയരാജൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വാധ്യാപകരുടെ സംഗമം നടന്നു. ശനിയാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ സ്നേഹത്തണൽ എന്ന പേരിൽ നടത്തിയ സംഗമം മുൻ അധ്യാപകൻ വേലായുധൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PT എക്സിക്യൂട്ടീവ് അംഗം സാബു ഐനൂർ അധ്യക്ഷനായി. ചടങ്ങിൽ പൂർവ്വാധ്യാപകരായ രേഷ്മ, സാവിത്രി അന്തർജനം, ലീല, നസീമ, പ്രേമൻ, നാസർ, വർഗീസ്, നാൻസി, ശൈലജ എന്നിവർ സംസാരിച്ചു. വേലായുധൻ മാസ്റ്ററെയും മുൻ ഓഫീസ് സ്റ്റാഫായിരുന്ന ചെറിയാനയും ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കേക്ക് മുറിക്കലും കലാപരിപാടികളും ഉണ്ടായി. മുൻ അധ്യാപകരായ അബൂബക്കർ, ജോസ്, ആൽബർട്ട് എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മേഴ്സി മാത്യു സ്വാഗതം പറഞ്ഞ യോഗത്തിന് സുജ ടീച്ചർ നന്ദി പറഞ്ഞു. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. ജനുവരി 19, 20, 21, 22 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ വർഗീസ് കുത്തൂരിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശനിയാഴ്ച രാവിലെ നവനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധേന്തി വാഴ്ചയ്ക്ക് ശേഷം കൂടുതുറന്ന രൂപം എഴുന്നള്ളിച്ചു വയ്ക്കലും നടന്നു. ഇടവക വികാരി ഫാദർ ഷിൻഡോ പാറയിൽ മുഖ്യ കാർമ്മികനായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഡോളേഴ്സ് ബസിലിക്ക സഹവികാരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷകരമായ തിരുനാൾ പാട്ടുകുർബാനയും കുണ്ടന്നൂർ നവവൈദികന്റെ തിരുനാൾ സന്ദേശം നൽകലും നടന്നു.
തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഫാൻസി വെടിക്കെട്ടും നടന്നു. തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള കുർബാനയും സെമിത്തേരിയിൽ പൊതു ഒപ്പീസും നടക്കും. പിന്നീട് വൈകിട്ട് 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. തിരുനാൾ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഷിൻഡോ പാറയിൽ കാർമ്മികത്വം വഹിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാർ, ജനറൽ കൺവീനർ, തിരുനാൾ കമ്മിറ്റിക്കാർ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. എരുവപ്പെട്ടി നെല്ലുവായ് ശ്രീ മുല്ലക്കൽ ഭരണിവേല മഹോത്സവത്തിന്റെ ഭാഗമായി നെല്ലുവായ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടീം വടക്കൻസ് പാലക്കാടിന്റെ മെലഡി നൈറ്റ് സംഘടിപ്പിച്ചു. കരിങ്കാളി സോങ്സ് ഫെയിം ശ്രീകുമാർ, കോമഡി ഉത്സവം ഫെയിം ഷാഹുൽ ഷാസ്, ഫൺസ് അപ്പോൺ എ ടൈം ഫെയിം പ്രജീഷ് വർമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് മെലഡി നൈറ്റ് നടത്തിയത്. നെല്ലുവായ് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ സിജു കണ്ണനായ്ക്കൽ, റിജോ തറയിൽ, കമറുദ്ദീൻ, നിഷാദ് തോപ്പിൽ, വികാസ്, ബാലൻ, ഡെന്നി, റിയാസ്, ഹരി, അഷ്റഫ്, പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് അഖില കേരള സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ മേളയ്ക്ക് വിളംബര ഘോഷയാത്രയുടെ തുടക്കമായി. നാട്ടിലെ ഒട്ടനവധി കായിക താരങ്ങളെ വളർത്തിയെടുത്ത പ്രസിദ്ധമായ GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ മുക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റ് വിളംബര ഘോഷയാത്ര ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. GCC ക്ലബ്ബ് ഗ്രാമത്തിലെ കായിക നഴ്സറിയാണെന്നും ഇതിനകം നിരവധി ദേശീയ സംസ്ഥാന താരങ്ങളെയാണ് സംഭാവന നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. ഭാവിയിൽ വരാനുള്ള താരങ്ങൾ ധാരാളമായി വിളംബര ഘോഷയാത്ര നാഷണൽ സ്കൂൾ ഗെയിംസ് അണ്ടർ 17 കേരള ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമിന്റെ പ്രതിരോധം കാത്ത GCC അക്കാദമി അംഗം അബ്ദുൽ ബാസിദിന് മന്ത്രി പതാക കൈമാറി വിളംബര ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ മെയിൻ റോഡ് സെന്ററിൽ നിന്നും ആരംഭിച്ച യാത്ര സ്കൂൾ മൈതാനത്ത് സമാപിച്ചു. അക്കാദമി താരങ്ങളും ക്ലബ് മെമ്പർമാരും അണിനിരന്നു. ചടങ്ങിൽ ചെയർമാൻ റോബർട്ട് തമ്പി അധ്യക്ഷനായി. കേരള ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ MC ഹാഷി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർമാരായ ധന്യ സുരേന്ദ്രൻ, ബാവ മാളിയക്കൽ, PTA പ്രസിഡന്റ് PV രജീഷ്, കേരള പോലീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി, രാഷ്ട്രീയകക്ഷി നേതാക്കൾ, ക്ലബ്ബ് രക്ഷാധികാരി ബാബു നാസർ, കൺവീനർ നൌഷാദ് മുക്കൂട്ട, ട്രഷറർ ബഷീർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ സലീം സോമിൽ മാർവൽ ചാലിശ്ശേരിയും റോയൽ കിങ്സ് പെരിങ്ങന്നൂരും ഏറ്റുമുട്ടും. CCTV ന്യൂസ്, പെരുമ്പലാവ്. NSS ഗുരുവായൂർ തൈക്കാട് കരയോഗം കുടുംബസംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് മില്ലുംപടി രാജീവ് ഗാന്ധി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് ഗോപിനാഥൻ പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഇലക്ട്രൽ മെമ്പർ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കരയോഗം സെക്രട്ടറി ശശിധരൻ കേനാടത്ത്, ബാബു വീട്ടിലായിൽ, O രാജഗോപാൽ, ബിന്ദു ശ്രീനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ആലൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധരായ അന്തോണീസിന്റെയും ഔസേപിതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചത്. ശനിയാഴ്ച രാവിലെ 6:30 ചൂണ്ടൽ ആശ്രമത്തിലെ ഫാദർ ലിബിൻ ചിറയത്ത് കാർമ്മികനായി ലതീഞ്ഞ്, ദിവ്യബലി, നോവേന, പ്രസിദ്ധന്തി വാഴ്ച എന്നിവ നടന്നു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പുമുണ്ടായി. രാത്രി 9:25 മുതൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. ശേഷം സംയുക്ത വാദ്യം അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:15 ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. നവവൈദികനായ ഫാദർ നിർമ്മൽ അക്കര പൊട്ടിയക്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. തുടർന്ന് വാനിൽ വിസ്മയം തീർത്ത വർണ്ണമഴ അരങ്ങേറി. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ, കൈക്കാരന്മാരായ ജോയ് അറങ്ങാശ്ശേരി, ലിജോ കുണ്ടുകുളം, ജനറൽ കൺവീനർ ബെന്നി ബ്രഹ്മകുളം എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. പുന്നീർക്കുളം കപ്ലിയങ്ങാട് കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 13 മുതൽ 16 വരെയുള്ള തീയതികളിലാണ് ഉത്സവാഘോഷം. ശനിയാഴ്ച വൈകിട്ട് പരൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളത്തിന്റെയും പൂത്താളത്തിന്റെയും അകമ്പടിയിൽ കൊടിക്കൂറ കൊണ്ടുവന്നു. ക്ഷേത്ര മേൽശാന്തി കണ്ണൻ മുഖ്യ കാർമ്മികത്വം വഹിച്ച് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെ ചോപ്പന്മാരെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുമുണ്ടായി. ക്ഷേത്രം മുരാളൻ മണക്കുളം ദിവാകർ രാജ, കപ്ലിയങ്ങാട് കുടുംബക്കാരനവർ ഗോവിന്ദൻകുട്ടി, ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയാമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, ട്രഷറർ വസന്തൻ, ഭാരവാഹികളായ അശോകൻ, വിജയൻ, ഓഫീസ് സെക്രട്ടറി പ്രജീഷ് എന്നിവരും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു.
ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് ജനതാദൾ എസിൽ ചേർന്ന 70 പേർക്ക് സ്വീകരണം നൽകി. തൈക്കാട് നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ എന്നിവർ ചേർന്ന് പാർട്ടി പതാക കൈമാറി. ഷെരീഫ് നാലകത്തിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പതാക ഏറ്റുവാങ്ങി. ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മടത്തിപ്പറമ്പിൽ, യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഫൈ ഒരുക്കിയ മനുഷ്യചങ്ങലയിൽ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആദ്യ കണ്ണിയായി പുന്നേറക്കുളത്ത് രക്തസാക്ഷി തെക്കത്ത് കൃഷ്ണന്റെ പത്നി കാർത്തിയായനി. വിയ്യൂർ നിത്യസഹായ മാതാ ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ നിന്ന് മനുഷ്യചങ്ങലയിൽ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റി ആദ്യ കണ്ണിയായി കാർത്തിയാനിയാണ് കൈകോർത്തത്. പുന്നേറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ബ്ലോക്ക് കമ്മിറ്റി അംഗം MB സുജീഷ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK ബക്കർ, AD ധനീബ്, മേഖലാ പ്രസിഡന്റ് PB ഷാഹിദ്, ട്രഷറർ KB ഷഹൽ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കണ്ണികളായി. ചർമ്മം തോളൂർ തെഴുത്താം വീട്ടിൽ മാലതിയമ്മ മകൻ ഹരിദാസ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. ഹേമദാസ് ഭാര്യയും വിവേക് നായർ മകനുമാണ്. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പാഴിയോട്ടുമുറി തെക്കേടത്ത് വന രാമൻ ഭട്ടതിരിപ്പാട് നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. അയ്മനം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, നെടുങ്ങാടി ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒളപ്പമണ്ണ മനക്കൽ ദേവി അന്തർജനം ഭാര്യയും അനിൽ, അരുണ, ഉമ എന്നിവർ മക്കളുമാണ്. തിച്ചൂർ കിഴക്കേവളപ്പിൽ കുഞ്ഞുമോൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സരോജിനി ഭാര്യയും ശുഭ, ശുബിൽ, ശാന്തി, ശങ്കർ എന്നിവർ മക്കളുമാണ്. സംസ്കാരം പുതുശ്ശേരിയിൽ നടന്നു. വേലൂർ മേഞ്ചേരിക്കാവിന് സമീപത്ത് വേളത്ത് അമ്മു നിര്യാതയായി. 93 വയസ്സായിരുന്നു. സാവിത്രി, രമണി, ചന്ദ്രിക, വിജയ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. ഇരിങ്ങപ്പുറം മണ്ടുംപാല പരേതനായ ദേവസ്തിയുടെ ഭാര്യ മേരി നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ആൻഡു, ജോസഫ് എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി പഴവൂർ നാറാണത്ത് മാമുട്ടിയുടെ മകൻ പരീത് നിര്യാതനായി. 72 വയസ്സായിരുന്നു. കബറടക്കം പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. സുബൈദ ഭാര്യയും ഷക്കീർ, ഷമീർ എന്നിവർ മക്കളുമാണ്. വേലൂർ തലക്കോടൻ കൊച്ചാപ്പുവാറപ്പൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മേരി ഭാര്യയും റജി, റീജൻ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കുന്നംകുളം പന്തല്ലൂരിൽ സഹോദരങ്ങളായ പെൺകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് വെള്ളിത്തിരുത്തി മടപ്പാട്ട് പറമ്പിൽ അഷ്കറിന്റെ മക്കളായ 13 വയസ്സുള്ള ഹസ്നത്ത്, 9 വയസ്സുള്ള മഷിദ എന്നിവർ. നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത് പന്തല്ലൂർ ക്ഷേത്രത്തിന് പുറകുവശത്തുള്ള പാടത്തെ പാറക്കുളത്തിൽ വൈകിട്ട് 4 മണിയോടെ. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരന്നു. വാദ്യവിസ്മയം തീർത്ത് വെള്ളിത്തിരുത്തി ഉണ്ണിനാർന്നതുള്ള പാണ്ടിമേളം. മരത്തങ്കോട് സ്വദേശിയായ സജീറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രധാന പ്രതിയെയും ഇയാളുടെ സഹായിയെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കോട്ടയം മണിമല കിഴക്കേക്കര വീട്ടിൽ രമേഷ് കുമാർ, ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മണിമല കൊഴുക്കപ്പുഴ വീട്ടിൽ ജൂജിൻ എന്നിവർ. കുഞ്ഞർക്കുളം മാൽത്തറയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബുള്ളറ്റ് തീവെച്ച് നശിപ്പിച്ചു. പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കിസാൻ റോഡിലാണ് സംഭവം. സംഭവത്തിന് പിന്നിൽ ബിസിനസ് പങ്കാളികൾ തമ്മിലുള്ള വൈരാഗ്യമെന്ന് സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാൻ. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബ് ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം. മരത്തങ്കോട് AKG നഗറിൽ മനയ്ക്കപ്പറമ്പിൽ ഭാസ്കരൻ മകൻ ബാലചന്ദ്രന്റെ 6ാം ചരമവാർഷികം തിങ്കളാഴ്ച ആചരിക്കുന്നു. പരേതന്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.